അങ്ങനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസ് ചെയ്തിപ്പോൾ 4 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ കഴിഞ്ഞ വീക്കെൻഡിൽ സിനിമ നല്ല കളക്ഷനുമായിട്ട് തമിഴ്നാട്ടിലെ പടം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സിനിമയ്ക്ക് ഭയങ്കര മോശം അഭിപ്രായമുണ്ട്. അത് കേരളത്തിലെ കുറച്ച് വിവരം കൂടിയ ബുദ്ധിജീവികളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറെ പേര് സിനിമയ്ക്ക് പോകുന്നില്ല. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു 4 ദിവസം കൊണ്ട് സിനിമ 250 കോടിക്ക് മേലെ കളക്ഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, തുടർച്ചയായിട്ട് 8 സിനിമകൾ 200 കോടി ക്ലബിൽ കയറ്റി എന്നുള്ള ആ ഒരു റെക്കോർഡും ദളപതി വിജയ്ക്ക് സ്വന്തമായിരിക്കുകയാണ്. ദളപതി വിജയ്ക്ക് മാത്രമാണ് തമിഴ്നാട്ടിൽ അങ്ങനത്തെ ഒരു ലേബിളിലായി പവറിലുള്ളത്. അതായത് സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ 200 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ 3ാമത്തെ ദിവസം, പടം റിലീസ് ചെയ്ത് 3ാമത്തെ ദിവസം ഫസ്റ്റ് വീക്ക് ഡേ, അതായത് ഇന്നും ലിയോൻ ഉണ്ടായിരുന്ന കളക്ഷനേക്കാളും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് കളക്ഷൻ തമിഴ്നാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അത്. ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽസുയിൽ ഉണ്ടാവും എന്നുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ലോകേഷ് കനകരാജ്, അനിരുദ്ധിന്റെ മ്യൂസിക്, ഈ പറയുന്ന സാധനങ്ങളൊന്നും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇല്ല. പക്ക നെഗറ്റീവ് റിവ്യൂ വെച്ചിട്ടാണ് അണ്ണൻ ഈ ഒരു സിനിമ വെച്ചിട്ട് ബോക്സ് ഓഫീസ് തൂക്കിയടിക്കുന്നത്. അതായത് ഓഡിയോ ലോഞ്ച് ഇല്ല, നല്ല മ്യൂസിക് ഇല്ല എന്നുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അതായത് യുവൻ ശങ്കർ രാജയുടെ പാട്ടുകളൊന്നും ഇംപ്രസീവ് അല്ല, ഓഡിയോ ലോഞ്ച് ഇല്ല, അതുപോലെ തന്നെ ട്രെയിലർ അത്രമാത്രം ഇംപ്രസീവ് അല്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, വെങ്കട് പ്രഭു എന്ന് പറയുന്ന ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡയറക്ടർ, പുള്ളി നല്ല ഡയറക്ടർ ആണെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡയറക്ടർ, ഇങ്ങനെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇത്രമാത്രം കളക്ഷനിൽ വേൾഡ് വൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കളക്ഷൻ കുറച്ച് ഡിമ്മാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ അധികം റിവ്യൂസ് കണ്ടു മലയാളത്തിലെ റിവ്യൂ കിങ്സുകളും, പിന്നെ കുറെ അമ്മാവന്മാരുടെ റിവ്യൂ. ഫാൻ ഷോക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ഉറങ്ങി എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ തലൂസ് 2 അടിച്ച് കഴിഞ്ഞിട്ട് പോയി തിയേറ്ററിൽ പോയിട്ട് ക്ഷീണം കാരണം കിടന്നുറങ്ങിയിട്ട് സിനിമ കാണാണ്ട് തിയേറ്റർ വിട്ടിട്ട് ഇറങ്ങിയിട്ടാണ് പറയണത് ഉറങ്ങി എന്ന് പറയുന്ന കുറെ ടീമുകൾ. അപ്പോൾ ഇതിന് മാത്രം നശിപ്പിക്കാനുള്ള പടമൊന്നും ആ പടം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ബീസ്റ്റിനെക്കാളും വരിസിനെക്കാളൊക്കെ മോശമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. അപ്പോൾ പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന റെക്കോർഡ്സും ഈ പറയുന്നതൊക്കെ പുള്ളിക്ക് മാത്രമാണ് സ്വന്തം. പുള്ളിയുടെ അടുത്ത പടത്തിനും ഇതേ ഫാൻ ഗ്രേസ് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിച്ച് നോക്കുക. സൗത്ത് ഇന്ത്യയിൽ പുലർച്ചെ 4 മണിക്ക് ഷോ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഷോസ് ഫുള്ളാവണത്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ഷോ ഫുള്ളാവുന്ന ഒരു നടനെ നിങ്ങൾ പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സിനിമേനെ ബേസ് ചെയ്തിരിക്കും. വല്ല ശങ്കറോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഏതെങ്കിലും ആൾക്കാർ വന്നില്ല. 6 മണിക്ക് വെച്ചാൽ പിന്നെയും ഫുള്ളാവും. പുലർച്ചെ 4 മണിക്കൊക്കെ ടൈറ്റാണ് ഫുള്ളാവാൻ പല സ്ഥലങ്ങളിലും. പിന്നെ ആരാ, സൂര്യ, തലാജിത്ത്, ആ റേഞ്ച് ആൾക്കാരൊന്നുമില്ല. നമ്മുടെ മലയാളത്തിൽ മമ്മൂക്ക, ലാലേട്ടനാണ് പിന്നെയും ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു റെക്കോർഡ്സ് മൊത്തം സ്വന്തമാക്കിയിട്ടും ഒരു പുലർച്ചെ ഏത് സമയത്ത് ഷോ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളാവുന്ന ഒറ്റ നടന്നുണ്ടെങ്കിൽ അത് പുള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിൽ ലിയോനുണ്ടായിട്ടുള്ള ഫസ്റ്റ് കളക്ഷൻ നമുക്കറിയാം 12 കോടി രൂപ. അതൊക്കെ BT എന്ന് പറഞ്ഞാൽ കുറച്ച് വേർക്കണ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തന്നെയാണ്. ഇതിലൊന്നും യാതൊരു മാറ്റില്ല. പുള്ളിയുടെ എല്ലാ സിനിമയ്ക്കും വരുന്നൊരു അഭിപ്രായങ്ങളാണ് പുള്ളി രക്ഷകനായിട്ട് വന്ന് ചെയ്യുന്നു, സ്ഥിരം സിനിമകളാണ്, മാറാറായില്ലേ എന്നുള്ളതൊക്കെ. ഒരു കാര്യം ചെയ്യാം, വിജയ് സിനിമകളിൽ വിജയ് ഒരു കാര്യം ചെയ്യാം, റേഷൻ കടയിൽ നിന്ന് പോയി പ്രാരാബ്ദമൊക്കെ പറഞ്ഞ് മണ്ണെണ്ണയൊക്കെ വാങ്ങിച്ച് വന്നിട്ട് വരുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാം. ഇതാണ് നിങ്ങൾ വിജയ് പടത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു വിജയ് പടം എന്ന് പറഞ്ഞാൽ അത് ഡാൻസ്, പാട്ട്, ഇടി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കഥകളിലെ നല്ല നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുള്ളി ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറെ സിനിമകൾ, എന്തിന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തെറി മുതൽ പുള്ളിയുടെ സിനിമകളുടെ ട്രാക്സ് നല്ല ചേഞ്ച് ഉണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ശരിയാവില്ല. ഇപ്പൊ പലരും പറയുന്നതാണ് സൂര്യയുടെ പോലെ പടങ്ങൾ നോക്കി ചെയ്യില്ലെന്ന്. സൂര്യക്ക് സൂര്യയുടേതായിട്ടുള്ള അഭിനയത്തിന്റെ ഒരു ടാലന്റ് ഉണ്ട്. പുള്ളിയുടേതായിട്ടുള്ള റേഞ്ചിൽ പോയി പടം ചെയ്യുന്നു. ധനുഷിന്റേതായ രീതിയിൽ ചെയ്യുന്നു. അജിത്തിന്റേതായ രീതിയിൽ ചെയ്യുന്നു. ദളപതി വിജയുടേതായ രീതിയിൽ സിനിമകൾ ചെയ്യുന്നു. പക്ഷേ ഈ എല്ലാവരും ചെയ്തു വെച്ചിട്ടും പുള്ളിയുടെ സ്റ്റാർഡം മാത്രമാണ് കയറുന്നത്. എന്തുകൊണ്ടാണ് പുള്ളിയുടെ സ്റ്റാർഡം കയറുന്നത്? നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ച് ആലോചിച്ച് നോക്ക്. കാരണം അത് തന്നെയാണ്, പുള്ളിക്ക് അത്രമാത്രം ഫാൻ ബേസ്, അത്രമാത്രം ഇഷ്ടം ജനങ്ങൾക്ക് ഉണ്ട്. അതിൽ കുറച്ച് പേര് മാത്രമാണ് ഇരുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവികളുണ്ട്, റിവ്യൂ ബുദ്ധിജീവികൾ. അതായത് വെറുതെ ഇട്ടടിക്കുക, ഒരു കാര്യമില്ല. അവരുടെ വാക്ക് കേട്ടിട്ട് സിനിമ കാണാൻ പോകാത്തവര് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മിസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. റെക്കോർഡ് വൈസ് നോക്കുകയാണെങ്കിലും ദളപതി വിജയ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് ഞാൻ പറയും. ഇനിയും ഇപ്പൊ സിനിമാഭിനയം നിർത്തുന്നത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ്. നിർത്തില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. കാരണം സിനിമയിലൂടെയുള്ള ഇൻഫ്ലുവൻസ് ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. അത് രാഷ്ട്രീയത്തിലൂടെയുള്ള ഇൻഫ്ലുവൻസ് ആയിട്ട് പുള്ളിക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സിനിമ പാരലായിട്ട് കൊണ്ടുപോകണം നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. കളക്ഷനിലും എല്ലാ കാര്യത്തിലും തമിഴ്നാട്ടിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നല്ലൊരു ഇടിവ് വന്നിട്ടുണ്ട്. അത് ഈ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നത് കൊണ്ട് തന്നെയാണ്.
അപ്പോൾ പുള്ളി എന്ത് ചെയ്താലും ആ ഒരു ലെവലിൽ തന്നെയാണ് ആൾക്കാർ റിസീവ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലിയോയ്ക്ക് മിക്സഡ് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലിയോ കേരളത്തിൽ നിന്ന് അത്രമാത്രം കളക്ഷൻ നേടി. ഫസ്റ്റ് ഡേ കളക്ഷൻ നേടി. ഫൈനൽ 52 കോടി രൂപയോ 60 കോടി രൂപയാണ് ഫൈനൽ വന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന രീതിയിൽ എത്ര നെഗറ്റീവായിട്ട് തടിച്ച് താറ്റി കഴിഞ്ഞാലും എല്ലാ പടത്തിനും ആള് വരും ചെയ്യും. എന്തിന് വെറും തട്ടിക്കൂട്ട് സീരിയൽ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന വരിസ് വരെ വേൾഡ് വൈഡ് 300 കോടി ഗ്രോസ് കളക്ഷൻ നേടി. വരിസിൽ ദളപതി വിജയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും നടനെ നിങ്ങൾക്ക് സങ്കല്പിച്ച് വെക്കാൻ പറ്റും? ഈ കളക്ഷന്റെ അടുത്തെങ്കിലും എത്തില്ല. അതാണ് പുള്ളിയുടെ സ്റ്റാർഡം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളി ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത്. അതിലൊന്നും ഒരു തർക്കമില്ല. പുള്ളിനെ റീപ്ലേസ് ചെയ്യാൻ ഇപ്പൊ ശിവകാർത്തികേയന്റെ പേരൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രക്ഷ. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തിയേറ്ററിൽ കാണാത്തവർ പോയി കാണുക, മിസ്സാക്കരുത്. കാരണം നെഗറ്റീവ് റിവ്യൂസ് സ്വന്തമായി വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ അതൊരു മിസ്സിംഗ് തന്നെയായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.